കേസ് ഞാൻ പറഞ്ഞ കേസിൽ കൂടെ വളർന്നു വന്നുകൊണ്ട് ഞാൻ ചോരത്തിളപ്പൊക്കെ ഉണ്ട്. അത് പലപ്പോഴും വികാരപരമായിട്ടൊക്കെ സംസാരിച്ചെന്നിരിക്കും പറഞ്ഞില്ല. അതുകൊണ്ട് ആ രീതിയിൽ എന്നെ കണ്ടാൽ മതി. ഞാൻ പണ്ട് കാലത്ത് തിളച്ച വെളിച്ചെണ്ണയ്ക്ക് അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തോട്ട് കൈയിട്ടിട്ട് സത്യം ചെയ്യും. അതിനപ്പുറത്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പരാതികൾ അല്ല, ആശങ്കകളുണ്ട്. ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞല്ലോ. അതിനകത്ത് ഇതാണ് എൻ്റെ വിഷയം. അത് ഒന്ന്, നമ്മുടെ കേന്ദ്രത്തിൻ്റെ നിയമത്തിനുള്ളിലാണ് എങ്കിലും ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ നിയമ ഭേദഗതി നടത്തി ഇനി പ്രസിഡന്റ് ഒപ്പിട്ടാൽ കുറച്ചുകൂടെ നമുക്ക് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഉദ്യോഗസ്ഥ തീരുമാനം എടുക്കുന്നത്, ഇപ്പോൾ ഷെഡ്യൂൾ 1 വന്യമൃഗങ്ങളാണെങ്കിൽ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് പല നിയമങ്ങൾ അതിനകത്ത് വൈൽഡ് ലൈഫ് വാർഡൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടിയാലും അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത്? ഈ പുലിയാണോ അല്ലെ ഈ കടുവ തന്നെയാണോ വന്ന് അറ്റാക്ക് ചെയ്തത് എന്ന് തെളിയിക്കണം. എവിടെ പോയി തെളിയിക്കും? നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? അങ്ങനെ പല പല ഫീൽഡിൽ വേണം, പഞ്ചായത്ത് വേണം, ഇത് വേണം. ഇതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേന് ഉള്ള ഡാമേജ് എല്ലാം ചെയ്തു പോകും. അപ്പം അതൊക്കെ ലിബറൈസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യക്ഷമതയായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നിയമ ഭേദഗതിയാണ് നടത്തിയിരിക്കുന്നത്. അത് വേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നു. ഞങ്ങൾ പൂർണ്ണമായിട്ട് പ്രതീക്ഷിക്കുന്നു പ്രസിഡന്റ് ഒപ്പിടും. അതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കും. അതിനകത്ത് ശക്തമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ അതിനകത്ത് കുറച്ച് കേന്ദ്ര സർക്കാർ അതുമായി കാട്ടുപന്നിയായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ കാട്ടുപന്നികളൊക്കെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അല്ല, അദ്ദേഹം ഇതിനെ എന്താണ് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് എന്നുള്ളതുള്ളൂ. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞല്ല, അത്രയേ ഉള്ളൂ. സാഹിത്യകാരന്മാരൊക്കെ ബഹുഭൂരിപക്ഷവും അതെ, ബഹുഭൂരിപക്ഷം നമ്മുടെ കൂടെയുണ്ട്. ഈ സാഹിത്യകാരന്മാര് ബഹുഭൂരിപക്ഷമുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ അഭിപ്രായം എതിരായിട്ടുള്ളവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അവരുടെ അഭിപ്രായം വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾ ഈ പറയുന്ന അത് മുഴുവൻ പക്ക അതിന്റെ ഇതെടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് പക്ക CPM CPI എന്നുള്ളതല്ലല്ലോ. അവർ നമ്മുടെ അഭിപ്രായം നമ്മളോട് യോജിച്ച് ചില കാര്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരശ്ശേരി മാഷും ടി പത്മനാഭനൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. അവർക്ക് അവരുടെ അഭിപ്രായം, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള സംസ്ഥാനത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെ അല്ലല്ലോ. എന്തോ വ്യക്തത വേണമെന്നുള്ളതാണ്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു LDFന്റെ വികസന മുന്നേറ്റ യാത്രയാണ്. ഏതെങ്കിലും നമ്മളൊരു പാർട്ടിയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല. പിന്നെ അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുമ്പോൾ അതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ. അത് ഞാനാണേലും ഇപ്പൊ ഉള്ള MLA-മാരാണെങ്കിലും ഇനി മറ്റ് പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥിയാകുന്നത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. എന്ത് ഡയലോഗ്? മാണിസഖാവിന്റെ പ്രവർത്തനങ്ങളിലെ പാലാ നിയമസഭാ മണ്ഡലത്തിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് കഴിഞ്ഞ 5 വർഷക്കാലം വളരെയധികം പുറകോട്ട് പോയി. അത് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അത് മാണിസഖാവൻ MLA ആണെങ്കിലും വേറെ ആരാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അത്രയേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ടതായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു, അല്ലല്ലേ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല. ഒന്ന്, UDFന്റെ കൺവീനർ തന്നെ പറഞ്ഞല്ലോ അതിനുത്തരം. പിന്നെ ഞാൻ പണ്ട് കാലത്ത് തിളച്ച വെളിച്ചെണ്ണയ്ക്ക് അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തോട്ട് കൈയിട്ടിട്ട് സത്യം ചെയ്യും. അതിനപ്പുറത്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. LDFന്റെ ജാഥയുടെ ക്യാപ്റ്റനാണ് ജോസ് കെ മാണി.
രാഷ്ട്രീയം അതൊരു പ്രസക്തി തന്നെ ഇല്ല. കോൺഗ്രസ് കല്യാണത്തിന് മരിച്ചെടുത്തൊക്കെ കാണുമല്ലോ, കാണാണ്ടിരിക്കാൻ പറ്റുമോ? അതല്ല പറഞ്ഞത്, പാർലമെന്റ് അന്നേരം തന്നെ കൺവീനർ തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവിടുത്തെ വികസന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അതിനൊരു ഉത്തരം മുട്ടിയപ്പോൾ അതിന് അതിന്റെ വഴി, അതിന്റെ വിഷയം മാറ്റി കൊടുക്കാൻ വേണ്ടി ഇതിങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ തന്നെ ഒരു 2-3 ആഴ്ച, 2 മാസം മുമ്പ് ചോദിച്ച ചോദ്യമാണ്. അതാണ് ഇപ്പൊ പറയുന്നത്. അവർ ജയിക്കുന്ന ഉറപ്പില്ല എന്നുള്ളതാണ് ഇവിടെ നാളെ ക്ഷണിക്കാൻ നിൽക്കുന്നത്. അവിടെ സംശയമല്ലേ? അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ പ്രവേശനത്തിൽ എൽ.ഡി.എഫ് ഉറച്ചു നിൽക്കുന്നു പറഞ്ഞത് റോഷിയാണ്. കഴിഞ്ഞ ദിവസം ചെയർമാന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും റോഷിയാണ്. അപ്പൊ റോഷിക്കാണോ ചെയർമാൻ? നിങ്ങൾ ഒരു വാചോട് എഴുതിയോ, മൈക്ക് തട്ടിപ്പറിച്ചെന്ന് എഴുതിയല്ലോ. അത് ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ലേ. അത് നിങ്ങൾ വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാക്കിക്കോ. അതുകൊണ്ടൊന്നും ഞങ്ങൾ എപ്പോഴും ഒരു സൗഹൃദ, ഈ പറയുന്ന ഒരു സഹോദര ബന്ധമാണ്. 1. 2, പുള്ളി ഒരു കേസ്, ഞാൻ പറഞ്ഞ കേസിൽ കൂടെ വളർന്നു വന്നുകൊണ്ട് ഞാൻ ചേർത്തലപ്പൊക്കെ ഉണ്ട്. അത് പലപ്പോഴും വികാരപരമായിട്ടൊക്കെ സംസാരിച്ചെന്നിരിക്കും, പറഞ്ഞു. അതുകൊണ്ട് ആ രീതിയിൽ എന്നെ കണ്ടാൽ മതി.